എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലാണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ തംബ്നെയിലിൽ കണ്ടത്. അതായത് അവരൊരു പ്രായം പറയുന്നു, ഒരു 30-നും 35-നും അല്ലെങ്കിൽ 30-നും 40-നും ഇടയ്ക്കുള്ളൊരു പ്രായം അവർ പറയുന്നു. അതിനുശേഷം അവർക്ക് IT ഫീൽഡ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അവർക്ക് IT ഫീൽഡിലേക്ക് വരാൻ അതിയായ താല്പര്യമുണ്ട്. എന്താണ് അഭിപ്രായം? അല്ലെങ്കിൽ എനിക്ക് നിലവിലുള്ള ജോബിൽ നിന്ന് IT ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്താണ് അഭിപ്രായം എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കുമ്പം എനിക്ക് എല്ലാവരോടും ഒരേപോലെയുള്ള ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം എന്തൊക്കെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ചോദ്യത്തോടുള്ള അഭിപ്രായം? ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ലല്ലോ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറയുന്നത് ഒരുപക്ഷെ തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് തിരുത്തുവാനും പറ്റും, മറ്റുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആവും. നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് IT ഫീൽഡ്. അതിനൊരു പക്ഷേ കാരണം ഈ ഓൺലൈനിൽ തള്ളിമറിക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ. അതായത് 3 മാസം കൊണ്ട് പഠിച്ചിറങ്ങുമ്പോൾ 12 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം എന്നൊക്കെ പറയുന്ന കുറേ ഓൺലൈനിൽ തള്ളുന്ന കുറേ ടീംസിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ തുടക്കക്കാർക്ക് ഈ ഒരു ഫീൽഡിലേക്ക് കടക്കണമെന്നുള്ള ആഗ്രഹം വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വേറൊരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എനിക്കും ഇത്രയും വലിയ സാലറിയൊക്കെ നേടാൻ കഴിയണമെങ്കിൽ എനിക്കും IT ഫീൽഡിലേക്ക് മാറിക്കൂടെ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നത് ഒരുപക്ഷെ ഇത് കണ്ടിട്ടാവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീസൺസ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടി ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരാവശ്യകതയുണ്ട്. അതല്ല, നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിക്കണം. ഇപ്പോൾ 34 വയസ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവാം, അവർക്കൊരു കുട്ടി ഉണ്ടാവാം അല്ലേ. അപ്പം ഈ ഒരു ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഫാമിലി റൺ ചെയ്യുന്നുണ്ടാവാം അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ IT ഫീൽഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതി നോക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറയാം. ഇതിന് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ എഴുതേണ്ടത്, നിലവിൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് പറ്റുമോ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ എന്തൊക്കെയാണ് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടത്. അങ്ങനെ ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ എനിക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്ത് ഈ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡിൽ കിട്ടുമോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് എഴുതി വെക്കുക, അതിനുള്ള ഉത്തരവും എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം, ഇല്ല എൻ്റെ ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഇത്രേ ഉള്ളൂ, ഈ 34-ാമത്തെ വയസ്സായപ്പോൾ തന്നെ എൻ്റെ കരിയർ അല്ല ഗ്രോത്ത് എല്ലാം കഴിഞ്ഞു, എനിക്കിനി നല്ലൊരു നല്ലൊരു സാലറിയിലേക്ക് മാറാൻ പറ്റില്ല എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ IT ഫീൽഡിനെ പറ്റി ചിന്തിച്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ IT ഫീൽഡിലേക്ക് ചിന്തിച്ച് തുടങ്ങുമ്പോൾ വീണ്ടും നമുക്ക് നിലവിലെ ജോലി പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിച്ചിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുമ്പും നിങ്ങളൊരു ഫാമിലി മാൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ, IT ഫീൽഡിലേക്ക് മാറാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് 6 to 12 months എനിക്ക് ജോലിയില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ജോലി വിട്ടിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം ഒരു എൻട്രി ലെവലിലേക്ക് വരാനായിട്ട് നമുക്ക് ഒരു 6 months പ്രിപ്പറേഷനും അല്ലെങ്കിൽ 6 to 8 months പ്രിപ്പറേഷനും അതിനുശേഷം ഒരു 8 to 12 months ഇൻ്റർവ്യൂ അറ്റൻഡിങ്ങും എല്ലാം കൂടെ വരുമല്ലോ. അപ്പോൾ അത്രയും കാലം നമുക്ക് വേറെ ഇൻകം ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് സാലറി വരാത്തപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് അതൊരു പ്രശ്നമാവാത്ത രീതിയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇനി മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ ഒരു 6 months ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിലുണ്ടോ? കാരണം അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും റിയാക്റ്റും Node.js-ഉം ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടോ? ഇനി അതിന് പുറമെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചിലവ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു കോഴ്സ് വാങ്ങിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കണം, അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവ്, പിന്നെ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിനുള്ള ചിലവ്, ചിലപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് വേണം നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം,
നമ്മൾ ഈ IT ഫീൽഡിലെ തള്ളൊക്കെ കണ്ടിട്ടായിരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വലിയ പാക്കേജിൽ പ്ലേസ്ഡ് ആവണം എന്നില്ല, അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ നമുക്കൊരു ജോലി കിട്ടി, ദൈവം അനുഗ്രഹിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ജോലി കിട്ടി. അപ്പോൾ അതിൻ്റെ ശമ്പളം നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ശമ്പളത്തിനേക്കാളും കുറവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടോ? ഇനി നമ്മൾ 6 to 1 year ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒരു കരിയർ ഗ്യാപ്പിനുള്ള ഒരു ഉത്തരം നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. അപ്പം അതിനുള്ള ഒരു ഉത്തരം കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതുപോലെ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ കൂടുതൽ പേർക്കും കൊടുത്ത അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നിലവിലുള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എക്സ്ട്രാ ടൈം കണ്ടെത്തി IT ഫീൽഡിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കുക. പയ്യെ പഠിക്കുക. ഒരു 6 to 1 year എടുത്ത് പ്രിപ്പയർ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇൻകം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലി റൺ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഒരു 1 year കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ IT ഫീൽഡിലേക്കുള്ള ജോബ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് സാലറി എത്ര കിട്ടും എന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടുന്നു. അപ്പം നിലവിലുള്ളതിനേക്കാളും കുറച്ച് ശമ്പളം കുറഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് ശമ്പളം കൂടിയാലും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലേക്ക് മാറാനായിട്ട് പറ്റും. അതിനുശേഷം പയ്യെ നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, ഞാനിപ്പം 74, ഇന്നിപ്പം 74ാമത്തെ ദിവസമാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട്. അപ്പം എനിക്ക് അത്യാവശ്യം ഒരു 8 to 9 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് പോലും ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഇന്ത്യയിലത്തെ ജോബ് മാർക്കറ്റ് എനിക്കറിയത്തില്ല, ഞാൻ UAE ജോബ് മാർക്കറ്റാണ് പറയുന്നത്. ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് കിട്ടാനാണെങ്കിലും, ഇൻ്റർവ്യൂ കോൾസ് കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഞാൻ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഏജ് ഒരു ഫാക്ടറാണ് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു 30 to 34 ഒക്കെ ആയി നമുക്കൊരു ഫാമിലിയൊക്കെ ആയി ഒരു കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ജോലി സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പം കുറച്ച് ഡിഫിക്കൽട്ടീസ് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി എന്തൊക്കെയാലും ഉണ്ടായിരിക്കണം. അതിനുള്ളൊരു മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ഞാൻ കരിയർ തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ അവനൊരു 6 to 7 years ഓഫ് എക്സ്പീരിയൻസ് ആയപ്പം ഒരു പേഴ്സണൽ ഇഷ്യൂ കാരണം അവൻ അവിടെ നിന്ന് ജോലി രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ അവന് ഏകദേശം 2 വർഷമായിട്ട് ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ അവനൊരു ഫ്രസ്ട്രേഷൻ ലൈഫിൽ കരിയറിൽ ഉണ്ടായപ്പം അവന് ചെറിയൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ള രീതിയിലാണ് അവൻ പുറത്തു വന്നത്. പക്ഷേ അതൊരു 1 year ബ്രേക്ക് പോലെയായി. അപ്പോൾ 1 yearന് ശേഷം അവൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ മിക്ക കമ്പനീസും അവനെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്കിത് അറിയാവുന്നത് കാരണം ഞാൻ അവനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ സംസാരിച്ചപ്പം ഞാനിങ്ങനെ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം പറയുമ്പം അവൻ പറയുന്നത്, എങ്ങനെങ്കിലും കയറാൻ നോക്ക്, ഓൾറെഡി നിൻ്റെ കരിയറിൽ ഇപ്പം 70 above ഡേയ്സ് ഗ്യാപ്പായി, ഒരുപാട് ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവും എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തുക. ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയൊരു സഹായമായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.